മറ്റുള്ള വ്യക്തികളുടെ പെരുമാറ്റവും പ്രവൃത്തിയും അത് തനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും അത് മറ്റുള്ളവർക്ക് ഹാനികരമായി വന്നാൽ പോലും അത് അവരുടെ മുഖത്ത് നോക്കി പറയുക എന്നുള്ളത് ഇവർക്ക് ഇഷ്ടമല്ല. പക്ഷേ ആ ഇഷ്ടക്കേട് മറച്ചു വയ്ക്കുവാനുള്ളതായിരിക്കുന്ന കഴിവ് ഇവർക്കില്ലാത്തതുകൊണ്ട് ഇവരുടെ മുഖത്തത് പ്രകടമായി തന്നെ അറിയുവാനും മറ്റുള്ള വ്യക്തികൾക്ക് മനസ്സിലാക്കുവാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ചില ആളുകളുടെ അപ്രീതിക്ക് പെട്ടെന്ന് തന്നെ ഇവർ പാത്രീഭവിക്കുകയും ചെയ്യും. അഹങ്കാരികളെന്നും തൻ്റേടികളെന്നും മറ്റുള്ളവർക്ക് തോന്നുമെങ്കിൽ കൂടിയും അടുത്ത് പെരുമാറുന്നവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും സമചിത്തതയും ഉജ്ജ്വല വ്യക്തിത്വവും ഉള്ളവരാണ് ഇവർ എന്നത്. മുൻപ് പറഞ്ഞതുപോലെ എല്ലാവരെയും അമിതമായി വിശ്വസിക്കുന്നത് കൊണ്ടുള്ളതായിരിക്കുന്ന പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാറുണ്ട്. ആ പ്രശ്നങ്ങൾ തൊഴിൽ രംഗത്തിലും മറ്റും പലതരത്തിലുള്ളതായിരിക്കുന്ന പരാജയങ്ങളിലും ഇവരെ കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്യും. കുട്ടിക്കാലം മുതൽക്ക് തന്നെ പലതരത്തിലുള്ളതായിരിക്കുന്ന ചുറ്റുപാടുകളുമായും പലതരത്തിലുള്ളതായിരിക്കുന്ന സ്വഭാവക്കാരുമായും ഇടപെടേണ്ടി വരുന്നത് കൊണ്ട് തന്നെ ഇവരുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒരു പാകത വന്നു ചേരുമെങ്കിൽ കൂടിയും ഇവരുടെ കഠിനാധ്വാനത്തിന് അനുസരിച്ചുള്ളതായിരിക്കുന്ന ഫലം മധ്യവയസ്സിന് ശേഷമായിരിക്കും കണ്ടു തുടങ്ങുക. അധ്യാപനം, പ്രസംഗം, നിരൂപണം എന്നീ മേഖലകളിൽ കഴിവ് തെളിയിക്കുവാൻ കഴിയുന്ന ഇവർക്ക് വ്യവസായം, രാഷ്ട്രീയം, നീതിന്യായ വകുപ്പ്, ധനമിടപാട് തുടങ്ങിയ മേഖലകളിലും നല്ല പോലെ ശോഭിക്കുവാൻ സാധിക്കുന്നതാണ്.